മറ്റൊരു പുതിയ വിഭവമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. ഞാൻ ആദ്യമായി എല്ലാവരെയും ഷോബാസ് ഫ്ലേവേഴ്സ് ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഇതാണ്. നല്ലൊരു ജ്യൂസ്, ഈ കാലാവസ്ഥയ്ക്ക് പറ്റിയ നല്ലൊരു ജ്യൂസാണ്. ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി ജ്യൂസാണ്. ഇതെന്താണെന്ന് വെച്ചാൽ ലെമൺ, പിന്നെ പുതിന, ഇഞ്ചി, പച്ചമുളക് എല്ലാം കൂടെ ചേർത്ത് നല്ലൊരു അടിപൊളി ജ്യൂസാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മൾക്ക് സ്പെഷ്യൽ ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെ വേണമെന്ന് നോക്കാം. എന്നിട്ട് ഞാൻ 2 നാരങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്, പിന്നെ കുറച്ച് പുതിന ഇല, പിന്നെ കുറച്ച് തേൻ വേണം, പിന്നെ കുറച്ച് ആവശ്യത്തിന് പഞ്ചസാര, പിന്നെ ഒരു നുള്ള് ഉപ്പ് വേണം. അപ്പോൾ നമ്മൾക്ക് ജ്യൂസ് ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യമായിട്ട് നമ്മൾക്ക് പച്ചമുളക്, ഇഞ്ചി, പുതിന ഇതെല്ലാം ഒന്ന് അരച്ചെടുക്കണം. നല്ല ടേസ്റ്റിയും നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ജ്യൂസാണിത്. നമ്മുടെ ഈ കാലാവസ്ഥയ്ക്ക് പറ്റിയ നല്ലൊരു ജ്യൂസാണ്. പുതിനയും ഇഞ്ചിയും പച്ചമുളകും തേനും പഞ്ചസാരയും ഉപ്പും എല്ലാം കൂടെ ചേരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇപ്പം നമ്മൾക്ക് പച്ചമുളക് ഇഞ്ചി ആദ്യം മിക്സിൻ്റെ ജാറിലേക്ക് ഇടുകയാണ്. ഇതിൻ്റെ കൂടെ പുതിനയും കൂടെ ഇടാം. എന്നിട്ട് ഇത് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം. നമ്മൾ പുതിനയിലയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം കൂടെ അരച്ചതിലേക്ക് ചേർക്കാൻ ഞാൻ 2 ഗ്ലാസ് വെള്ളം കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന നാരങ്ങ ഉണ്ടല്ലോ, നാരങ്ങ പിഴിഞ്ഞിട്ട് ജ്യൂസ് എടുത്ത് വയ്ക്കാം. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നാരങ്ങ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. 2 ചെറിയ നാരങ്ങയുടെ ജ്യൂസാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ഒരു 1/4 ഭാഗം ഒഴിച്ചു കൊടുക്കാം, വേണമെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾക്ക് ഒരു സ്പൂണ് തേൻ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾക്കൊരു 2-3 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരമൊക്കെ അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം. പിന്നെ ഒരു നുള്ള ഉപ്പ് ചേർക്കാം. ഇനി എല്ലാം കൂടെ നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ നമുക്ക് ഈ ജ്യൂസ് ഒന്ന് അരിച്ചെടുക്കാം. നമ്മൾക്ക് നമ്മുടെ ജ്യൂസ് ഒന്ന് ടേസ്റ്റ് നോക്കാം. അടിപൊളിയായിട്ട് കുറച്ചുകൂടി ഒരു മധുരമാവാം. പഞ്ചസാരയോ തേനോ എന്തെങ്കിലും ചേർക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് 1 സ്പൂൺ തേനും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. തേനെങ്കിൽ പഞ്ചസാര ചേർത്താലും മതി. എൻ്റെ കൂട്ടുകാരിൽ ആരെങ്കിലും എൻ്റെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണം. പിന്നെ ഒരു ഹൈപ്പ് വരും, അതും കൂടെ ഒന്ന് എനേബിൾ ചെയ്യണം. അപ്പോൾ നമ്മളുടെ അടിപൊളി ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. 2 ഗ്ലാസ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നത് കേട്ടോ. പുതിനയുടെ, ഇഞ്ചിയുടെ, പച്ചമുളക് എല്ലാം കൂടെ ചേർന്ന് നല്ലൊരു അടിപൊളി ജ്യൂസാണിത്. നമുക്ക് പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുമ്പോഴൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതാണ്. നല്ല ഹെൽത്തിയാണ്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇതാ നമ്മളുടെ അടിപൊളി ലെമൺ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ലെമൺ, പുതിന എല്ലാം കൂടെ ചേർത്ത് നല്ലൊരു സൂപ്പർ ജ്യൂസാണിത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യണം. പിന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും കൂടെ അമർത്തണം. പിന്നീട് വരുന്നവരൊന്ന് ആവശ്യം കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ പിന്നീട് ഇടുന്ന എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് കിട്ടും. ഷോബാസ് ഫ്ലേവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സ് വീക്ഷിച്ച എല്ലാവർക്കും നന്ദി. മറ്റൊരു പുതിയ വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.